പണ്ട് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നേ. പണ്ടെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുന്നേ വരെ എല്ലാ മാസം സാലറി കിട്ടുമ്പം ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ മേടിക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളായിട്ട് വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന സാധനങ്ങൾ, അത് ചിലപ്പം ഹാൻഡ് ബാഗ് ആയിരിക്കാം, പെർഫ്യൂം ആയിരിക്കാം, അല്ലെ കോസ്റ്റ്യൂം ജ്വല്ലറി ആയിരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സ്വഭാവം അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. കാരണം എനിക്ക് തന്നെ തോന്നി അതത്ര നല്ലൊരു സ്വഭാവമല്ല. എല്ലാ മാസവും ഇപ്പം എന്നാ മേടിക്കാനല്ലേ. അങ്ങനെ കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും ഒരു സാധനം വാങ്ങി. ഈ ഒരു ജ്വല്ലറി ഓർഗനൈസർ ഞാൻ എൻ്റെ ഇൻബോക്സിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നേ ഒരു 2 മാസമെങ്കിലും ആയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എന്നെ കാണിച്ചു തന്നതാണ്. ആമസോണിൽ ഇത് നല്ലതാണ്, ഇപ്പോൾ സെയിലിലുണ്ട്. അങ്ങനെ ഇത് എനിക്കൊരു 10% ഓഫറിൽ കിട്ടുകയും ചെയ്തു കേട്ടോ. പക്ഷേ അത് വാങ്ങിച്ചിട്ട് ഞാനൊരു ഒരാഴ്ചയോളം അത് വെച്ചുകൊണ്ടിരുന്നു. കാരണം അതൊന്ന് അൺബോക്സ് ചെയ്യാനോ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനോ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. പക്ഷേ അത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് തോന്നി അത് ആ കൊടുത്ത പൈസയ്ക്ക് നല്ല വർത്താണ്. നല്ല എസ്തെറ്റിക് ലുക്കിംഗ്, നല്ല ക്വാളിറ്റിയുള്ള ഓർഗനൈസർ. ഇഷ്ടം പോലെ അറകളും നിലകളും ഒക്കെയുള്ള, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേലും ഫോട്ടോയും വീഡിയോയും കണ്ടിട്ടാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അതിനേലൊക്കെ നല്ല ക്ലാസി ലുക്കിംഗ് ഉള്ള ഒരു ഓർഗനൈസറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇത് അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചെറിയൊരു സമാധാനം തോന്നി. ഞാൻ അത്ര ഒരു ഷോപ്പഹോളിക്കോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയോ അല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സെൽഫ് റിയലൈസേഷൻ വന്നു. കാരണം ഇതിൻ്റെ അറകളിനകത്തെല്ലാം വെക്കാനും വേണ്ട സാധനമൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. 2018 ഒരു കോസ്റ്റ്യൂം ജ്വല്ലറി വാങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ബോക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഷെയ്നിൽ നിന്ന് ഒരു കുഞ്ഞു ബോക്സ് കൂടെ വാങ്ങിയായിരുന്നു. അതിനകത്താണ് ഞാൻ എല്ലാം ഇട്ട് വെച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ സാധനങ്ങൾ അതിനകത്തിരുന്നത് പോകാൻ തുടങ്ങി. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ക്രിസ്മസ് ഇയറിങ്സ് എല്ലാം ഞാൻ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്യൂട്ടിക്ക് ഇട്ടുകൊണ്ട് പോകാനാണ് ഓരോ ദിവസവും. രസമല്ലേ? ഇതിൽ 1-2 ഇയറിങ്സ് എൻ്റെ അനിയത്തിയുടെ ഉണ്ട് കേട്ടോ. അവൾക്ക് നല്ല സെലക്ഷനാണ്. അവളിത് കാണുമ്പോൾ ചോദിക്കുമായിരിക്കും, പക്ഷെ ഞാൻ കൊടുക്കത്തില്ല. അങ്ങനെ ഞാൻ ഇയറിങ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഡ്രോയറിൽ വെക്കാൻ കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. തേർഡ് ഡ്രോയിൽ ഞാൻ കുറച്ച് ബാംഗിൾസും എൻ്റെ വാച്ചും എടുത്തു വെച്ചു. എനിക്ക് ആദ്യം കിട്ടിയ, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം എനിക്ക് വാച്ച് വാങ്ങി തരുന്ന എൻ്റെ അച്ഛനാണ്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ വേണ്ടി വാങ്ങി തന്നതാണ് ടൈറ്റൻ സൊനാറ്റ വാച്ച്. ഇത്രയും വർഷമായിട്ടും ഒരു കുഴപ്പമില്ല ഇതിന്. ഒന്ന് കടയിൽ കൊണ്ട് നന്നാക്കിച്ചപ്പം അത് ശരിയായി. അതിൻ്റെ ഗ്ലാസും കൂടെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പുത്തം പോലെയാകും. ഈ വാച്ച് ആദ്യമായിട്ട് കൈ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, എന്ത് സന്തോഷമായിരുന്നെന്ന് അന്ന് എനിക്ക്. അന്നൊക്കെ ഈ വാച്ചൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമായിരുന്നു. കുറേയൊക്കെ ഞാൻ പരീക്ഷയ്ക്ക് പോയി ഈ വാച്ച് നോക്കിയിരുന്ന് ഡിസ്ട്രാക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പം ഐ വാസ് സോ ഹാപ്പി ലൈക്ക് എ ചൈൽഡ്.